ഹരേ കൃഷ്ണ. മായാവിയും ബാലിയും തമ്മിലുള്ള യുദ്ധകഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. വനമധ്യത്തിൽ വെച്ച് ബാലിയും മായാവിയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. ഭയങ്കരമായ ഒരു യുദ്ധം. ജയവും തോൽവിയും നിശ്ചയിക്കാനാവാതെ അവർ പരസ്പരം പോരാടി. അങ്ങനെ ഒരു രാത്രിയും പകലും കൊഴിഞ്ഞു വീണു. എന്നിട്ടും യാതൊരു ക്ഷീണവും കൂടാതെ കഠിനമായി മല്ലിടുക തന്നെ ചെയ്തു. പരസ്പരം ഒന്നിനൊന്ന് പിന്മാറാതെ നിന്ന് പോരാടുന്ന ആ വീരന്മാരെ കണ്ട് സുഗ്രീവൻ പോലും അത്ഭുതപ്പെട്ടു. നേരെ ഇരുട്ടി തുടങ്ങി. ബാലിയുടെ പ്രഹരമേറ്റു മായാവി അപ്പോഴേക്കും തളർന്നു കഴിഞ്ഞിരുന്നു. സന്തുഷ്ടനായ ബാലി അവനെ വീണ്ടും പ്രഹരിച്ചു. പരാജയം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കിയ മായാവി ബുദ്ധിപൂർവം പിന്തിരിഞ്ഞോടി. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നു. സുഗ്രീവനെ ഗുഹാമുഖത്ത് കാവൽ നിർത്തിയിട്ട് ബാലി അനുജനോട് പറഞ്ഞു, സുഗ്രീവ, ഞാൻ ഗുഹയ്ക്കകത്ത് കടക്കുകയാണ്. അവനെ കൊല്ലാതെ ഞാൻ മടങ്ങി വരില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. നീ ഈ ഗുഹാമുഖത്ത് കാവൽ നിൽക്കുക. അസുരൻ മരിച്ചാൽ ഗുഹാമുഖത്ത് ക്ഷീരം പ്രത്യക്ഷപ്പെടും. ഞാൻ മരിച്ചാൽ രക്തമായിരിക്കും കാണപ്പെടുക. യഥാർത്ഥത്തിൽ ബാലി കള്ളത്തരമാണ് സുഗ്രീവനോട് പറയുന്നത്. അത് രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രക്തം കണ്ടാൽ നീ ഇവിടെ നിൽക്കരുത്. ഗുഹാമുഖം അടച്ച് നീ ഉടനെ തന്നെ ഓടി രക്ഷപ്പെടണം. അല്ലെങ്കിൽ അവൻ നിന്നെയും വധിക്കും. ഇങ്ങനെ നിർദ്ദേശിച്ച ശേഷം ബാലി ഗുഹയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ജ്യേഷ്ഠനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുഗ്രീവൻ ഗുഹാമുഖത്ത് കാവൽ നിന്നു. നാഴികകളും ദിവസങ്ങളും പലതും പിന്നിട്ട്. മാസങ്ങൾ കഴിഞ്ഞു. വർഷം 1 തികയാറായി. പക്ഷേ സുഗ്രീവന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ല. ഏതു സമയവും വിജയിച്ചെത്തുന്ന തൻ്റെ ജ്യേഷ്ഠനെ പ്രതീക്ഷിച്ച് ആ അനിയൻ നിന്നു. പെട്ടെന്ന് ദിക്കുകൾ എട്ടും മുഴങ്ങുന്ന ഒരട്ടഹാസം. സുഗ്രീവൻ ഞെട്ടി. അപ്പോഴാണ് ഗുഹാമുഖത്ത് ചോര കുടുകുട ഒഴുകുന്നത് കണ്ടത്. ചോര. ഇതിനിടയിൽ കിഷ്കിന്ധയിലെ ജീവിതം ഹനുമാനും അടുത്തു. ബാലിയും സുഗ്രീവനും മടങ്ങി വരാത്തതോർത്ത് ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ യുദ്ധം ഇനിയും എത്ര നാൾ നീണ്ടു നിൽക്കുമോ ആവോ. ബാലി ഗുഹയിൽ നിന്നും മടങ്ങി വരുന്നത് വരെ സുഗ്രീവൻ കാവൽ നിൽക്കണമെന്നാണ് ബാലിയുടെ കൽപ്പന. എങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹനുമാന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരിടത്തും സ്ഥിരമായി ഉറച്ചിരുന്ന ശീലമില്ലാത്ത മാരുതി അവിടെ നിന്നും പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.